കഴിഞ്ഞ ദിവസം വളരെ ഫലിതപ്രിയനായ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണമെന്നാണ്. അതിന് ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിൽ വന്ന സരസമായൊരുത്തരം ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനെ പോലെ ആകണം എന്നുള്ളതാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ പോലെ ഭാര്യയും ഭർത്താവുമായാൽ കുടുംബത്തിൽ യാതൊരു വഴക്കും ഉണ്ടാവില്ല. എന്താണെന്ന് ചോദിച്ചാൽ, എന്തെല്ലാം കണ്ടിട്ടും മിണ്ടാതിരുന്നാൽ പിന്നെ എന്ത് വഴക്കാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസ് ആസ്പിറൻ്റായി ധാരാളം കുട്ടികളുണ്ട്. അവരെല്ലാവരും വിചാരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ സിവിൽ സർവീസ് സ്വന്തമാക്കിയാൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ചില കൃത്യമായ നയരൂപീകരണങ്ങളിൽ വളരെ സ്വതന്ത്രരായും നിർഭയരായും നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും നോക്കിക്കാണുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് വ്ളോഗർക്കുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് കിട്ടില്ല എന്നുള്ളത് അവരിങ്ങനെ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അവരൊന്ന് മിണ്ടി, ഒന്ന് ശബ്ദിച്ചു. അവർ പറഞ്ഞെന്താണെന്നറിയുമോ? അച്ചടക്കം പാലിക്കണം, BJPയോട് പറഞ്ഞു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനകളും നിങ്ങൾ ഇറക്കരുത്, കോൺഗ്രസിനോട് പറഞ്ഞു രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. എത്ര മനോഹരമായ ഉപദേശമാണ്. സാധാരണ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ലംഘിച്ചാൽ അതിന് പൗരത്വം പോലും താൽക്കാലികമായി റദ്ദ് ചെയ്യാവുന്ന തരത്തിൽ, പൗരത്വം എന്ന് പറയുമ്പോൾ വോട്ടവകാശം പോലും 6 വർഷത്തേക്കൊക്കെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ, പ്രചരണങ്ങളിൽ നിന്ന് വിലക്കാവുന്ന തരത്തിൽ എത്ര കൃത്യവും ശക്തവുമായ നടപടികളും എടുക്കാൻ അധികാരമുള്ളവരാണ് ഇല്ല പ്രായമായ അപ്പാപ്പന്മാർ മക്കളെ ശാസിക്കുന്നത് പോലെ മക്കളെ വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് എന്ന് രണ്ടുപേരോടും പറഞ്ഞത്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സമീപ ഭൂതകാലത്ത് ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിനിടയിൽ സുപ്രീം കോടതിയും അതുപോലെ തന്നെ നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയും പോലെയുള്ള കോടതികൾ ഇത്രയും പരമോന്നതമായ ഒരു ഇലക്ഷൻ നടത്തിപ്പിക്കുന്ന സംവിധാനത്തിനെതിരെ ചില ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട്, ചില അസ്വസ്ഥതകൾ പ്രകടമാക്കിക്കൊണ്ട് ഉള്ള അന്വേഷണവും ചോദ്യങ്ങളും ഉന്നയിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ 5 കഴിഞ്ഞു. ഇനി വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടികൾ ഇലക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ എടുക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രമാണ് നമുക്ക് തരമുള്ളത്. ഏതായാലും അങ്ങനെയും ഒരു കാലം, അങ്ങനെ അങ്ങ് വിശ്വസിക്കാം.